Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ പെൻഡിംഗ് ഉള്ള രണ്ട് ടോപ്പിക്സ് ആണ്. അതായത് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ ആൻഡ് നോയിസ് പൊല്യൂഷൻ. ഈ രണ്ട് ടോപ്പിക്സും തേർഡ് മൊഡ്യൂളിൽ പെൻഡിംഗ് ആയിരുന്നു. ഈ രണ്ട് ടോപ്പിക്സും ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So first topic is pesticide pollution. അപ്പോൾ എന്താണ് pesticide pollution എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് pesticide എന്ന് പറയാം. Pesticides are chemicals that are used to kill or control pest. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനോ നശിപ്പിക്കാനോ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. Then why pesticides can be harmful? എങ്ങനെയാണ് പെസ്റ്റിസൈഡ് ഹാംഫുൾ ആകുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ എൻവയോൺമെന്റിനെ പൊല്യൂട്ടഡ് ആക്കുന്നു എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. Pesticides contain ingredients such as oxygen, chlorine, sulfur, phosphorus, nitrogen and bromine as well as heavy metals such as arsenic, copper sulfates, lead and mercury. So pesticides ല് ധാരാളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. അത് കൂടാതെ ഹെവി മെറ്റൽസ് സച്ച് ആസ് ആർസെനിക്, കോപ്പർ സൾഫേറ്റ്സ്, ലെഡ്, മെർക്കുറി ഇങ്ങനെ ഹെവി മെറ്റൽസിന്റെ പ്രസൻസും നമ്മുടെ പെസ്റ്റിസൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Pesticides being toxic chemicals can interfere with the environment and cause harms in several ways. ഈ പെസ്റ്റിസൈഡ്സ് ടോക്സിക് കെമിക്കൽസ് ആയതുകൊണ്ട് തന്നെ എൻവയോൺമെന്റുമായിട്ട് ഇന്റർഫെയർ ചെയ്യുമ്പോൾ ധാരാളം ഹാർംഫുൾ ആയിട്ടുള്ള ഇമ്പാക്ട് വരാനുള്ള ചാൻസസ് കൂടുതൽ ആണ്. When applied on agricultural lands and domestic gardens, they run off these lands and come in contact with natural resources. So നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡിലും ഡൊമസ്റ്റിക് ഗാർഡൻസിലും പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റൺ ഓഫ് വഴി ഈ പെസ്റ്റിസൈഡ്സ് വാട്ടർ ബോഡിയിൽ എത്തിച്ചേരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇങ്ങനെ പെസ്റ്റിസൈഡ്സ് വാട്ടർ ബോഡീസിൽ എത്തിച്ചേരുമ്പോൾ അത് നമ്മുടെ വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് കോസ് യൂട്രോഫിക്കേഷൻ, ആൽഗൽ ബ്ലൂം. വാട്ടർ ബോഡീസിലെ ആൽഗൽ ബ്ലൂമിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ പെസ്റ്റിസൈഡ് പൊല്യൂഷൻ യൂട്രോഫിക്കേഷന് കാരണം ആകുന്നുണ്ട്. ദെൻ പെസ്റ്റിസൈഡ് എങ്ങനെയാണ് എൻവയോൺമെന്റ് പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് എന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. This normally occurs when heavy wind or rain falls, spreading the pesticides being toxic chemicals into uninvented areas, coming in contact with natural resources such as clean air, water, plants and animals, thereby contaminating or harming them. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡ്സിലും ഡൊമസ്റ്റിക് ഗാർഡൻസിലും ഒക്കെ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പെസ്റ്റിസൈഡ്സിലുള്ള കെമിക്കൽസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് എയറിൽ എത്തുന്ന പൊല്യൂട്ടൻസ് എയർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ നിന്നുള്ള റൺ ഓഫ് നമ്മുടെ വാട്ടർ ബോഡീസിൽ എത്തുന്നത് വഴി വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഓൾസോ ഈ പെസ്റ്റിസൈഡ്സിലുള്ള കെമിക്കൽസ് സോയിലിലൂടെ പെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ പൊല്യൂട്ടേറ്റ് ആക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഇത്തരത്തിലാണ് പെസ്റ്റിസൈഡ്സ് നമ്മളെ എൻവയോൺമെന്റിനെ ഹാർംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് herbicides ആണ്. Herbicides are used for getting rid of weeds. അപ്പോൾ weedsനെ നശിപ്പിക്കാനാണ് നമ്മൾ herbicides യൂസ് ചെയ്യുന്നത്. Then next is insecticide. Insecticides used to treat fungicides. ഫംഗയെ നശിപ്പിക്കാനായിട്ടാണ്, ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ insecticides use ചെയ്യുന്നത്. Then next is
rodenticide. Rodenticides are used to treat vertebrate poisoning. Vertebrate poisoning treat ചെയ്യാനായിട്ടാണ് നമ്മൾ rodenticide use ചെയ്യുന്നത്. Again, it is a pesticide. Then nematicide are used to control nematodes as well as other root disorders. So plants le nematodes അല്ലെങ്കിൽ roots ൽ ഉണ്ടാകുന്ന disorders അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന decay prevent ചെയ്യാനായിട്ടാണ് നമ്മൾ nematicide apply ചെയ്യുന്നത്. Okay, so these are the classification of pesticides. Okay. So next നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് pathways of pesticide movement. Pesticide movement ന്റെ pathways ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So first is absorbed by crops. നമ്മുടെ agricultural ഫീൽഡിലെ ക്രോപ്സിൽ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പെസ്റ്റിസൈഡ്സ് സോയിലിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനെ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പെസ്റ്റിസൈഡ് സോയിലിലൂടെ പെൻട്രേറ്റ് ചെയ്ത് സോയിലിൽ അടങ്ങിയിരിക്കുന്ന വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഈ ക്രോപ്സ് വാട്ടർ ഇൻടേക്ക് ചെയ്യുന്ന ടൈമിൽ ആ വാട്ടറിലുള്ള പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കെമിക്കൽസ് ക്രോപ്സിലോട്ട് എത്താനായിട്ട് ചാൻസസ് ഉണ്ട്. Then next is vaporizes to atmosphere. ചില കേസസിൽ നമ്മൾ പെസ്റ്റിസൈഡ്സിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് അറ്റ്മോസ്ഫിയറിലോട്ട് വേപ്പറൈസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ അറ്റ്മോസ്ഫിയറിലെ കമ്പോണൻസുമായിട്ട് അത് കമ്പൈൻ ചെയ്ത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. Then next is degraded by UV light. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ UV ലൈറ്റിന്റെ പ്രസൻസിൽ പെസ്റ്റിസൈഡ്സിലുള്ള കെമിക്കൽസ് ഡിഗ്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. Then deposited by rainfall. ഈ നമ്മൾ ക്രോപ്സിലൊക്കെ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ക്രോപ്സിന്റെ ലീവ്സിൽ പെസ്റ്റിസൈഡ്സ് സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിലെ കെമിക്കൽസ് സെറ്റിൽ ചെയ്യാം. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന കെമിക്കൽസ് റെയിൻഫോൾ വഴി സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Then surface runoff to lakes and rivers. അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ നിന്നുമുള്ള റൺ ഓഫ് നമ്മുടെ വാട്ടർ ബോഡീസിൽ എത്തിച്ചേരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ റൺ ഓഫിൽ പെസ്റ്റിസൈഡ്സിലെ ടോക്സിക് കെമിക്കൽസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ടോക്സിക് കെമിക്കൽസും നമ്മുടെ വാട്ടർ ബോഡീസിലോട്ട് എത്താം. അങ്ങനെ നമ്മുടെ വാട്ടർ പൊല്യൂഷന് കാരണമാകാം. ഓക്കെ, സോ ദീസ് ആർ ദി pathways of pesticide movement. Next is hazards of pesticides. Pesticides കൊണ്ട് അല്ലെങ്കിൽ pesticide pollution കൊണ്ടുണ്ടാകുന്ന harmful effect ഏതൊക്കെയാണ് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. Adverse environmental impact. Pesticide pollution adverse impact ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ environmental. ഏത് തരത്തിലാണ്? ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡ്സിലോ ഡൊമസ്റ്റിക് ഗാർഡൻസിലോ ഒക്കെ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പെസ്റ്റിസൈഡ്സിലുള്ള ടോക്സിക് കെമിക്കൽസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കമ്പോണൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് എയർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഓൾസോ ഈ ടോക്സിക് കെമിക്കൽസ് വേപ്പറൈസ് ചെയ്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എത്തും. ദെൻ അറ്റ്മോസ്ഫിയറിൽ മറ്റ് കെമിക്കൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് ആസിഡ് റെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഓൾസോ അഗ്രികൾച്ചറൽ റൺ ഓഫിലൂടെ ഈ ടോക്സിക് കെമിക്കൽസ് നമ്മുടെ നാച്ചുറൽ വാട്ടർ ബോഡീസിനെ പൊല്യൂട്ടഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സോയിലിൽ ഡെപ്പോസിറ്റ് ആവുന്ന പെസ്റ്റിസൈഡ്സിലെ ടോക്സിക് കെമിക്കൽസ് സോയിലൂടെ പെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ദീസ് ആർ ദി അഡ്വേഴ്സ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. Then next is health issues. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അഗ്രികൾച്ചറൽ റൺ ഓഫിൽ ടോക്സിക് കെമിക്കൽസ് പെസ്റ്റിസൈഡ്സിലുള്ള ടോക്സിക് കെമിക്കൽസിന്റെ പ്രസൻസ് ഈ റൺ ഓഫ് വഴി വാട്ടർ ബോഡീസിൽ എത്തിച്ചേരുമ്പോൾ വാട്ടർ പൊല്യൂട്ടഡ് ആകുന്നുണ്ട്. ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നും വാട്ടർ നമ്മൾ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാണ്ട് കൺസ്യൂം ചെയ്യാണ്. അത് ആനിമൽസ് ആവാം അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആവാം. പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാതെ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ പല
health issues ഉണ്ടാകാനുള്ള chances കൂടുതലാണ്. Okay, so these are the harmful effects of pesticide pollution. So next നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് noise pollution കുറിച്ചാണ്. Noise pollution is generally defined as regular exposure to elevated sound levels that may lead to adverse effects in humans or other living organisms. So noise pollution എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റിയിൽ നിന്നും സൗണ്ടിന്റെ ഇന്റൻസിറ്റി വേരി ചെയ്യാണ്. അങ്ങനെ വേരി ചെയ്യുന്ന ഇന്റൻസിറ്റി ഹ്യൂമൻസിനോ അതർ ലിവിങ് ഓർഗാനിസംസിനോ അഡ്വേഴ്സ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എൻവയോൺമെന്റൽ നോയ്സ് ഓർ സൗണ്ട് പൊല്യൂഷൻ. It is the propagation of noise with ranging impacts on the activity of human or animal life, most of them harmful to a degree. അപ്പോ ഹ്യൂമൻ ലൈഫിനോ ആനിമൽ ലൈഫിനോ ഹാംഫുൾ ആയിട്ട് വരുന്ന സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ നോയ്സ് എന്ന് പറയുന്നത്. According to the World Health Organization, sound levels less than 70 decibel are not damaging to living organisms regardless of how long or consistent the exposure is. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം 70 ഡെസിബലിന് താഴെയുള്ള സൗണ്ട് എല്ലാം ഹ്യൂമൻ ബീങ്സിനും ആനിമൽസിനെയും ഹാം ചെയ്യുന്നില്ല. നമ്മൾ എത്ര സമയം 70 ഡെസിബിൾസിന് താഴെയുള്ള നോയ്സുമായിട്ട് സബ്ജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. Then exposure for more than 8 hours to consistent noise beyond 85 decibel may be hazardous. Continuous ആയിട്ട് ഏകദേശം 8 hours വരെ 85 ഡെസിബലിന് എബവ് ഉള്ള സൗണ്ടുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അത് നമുക്ക് ഹസാർഡസ് ആണ്. If you work for 8 hours daily in close proximity to a busy road or highway, you are very likely exposed to a traffic noise pollution around 85 decibel. So നമ്മൾ റോഡിനോ അല്ലെങ്കിൽ ഹൈവേക്കോ അരികിൽ 8 hours കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 85 ഡെസിബലിന് എബവ് സൗണ്ടുമായിട്ട് നമ്മൾ സബ്ജക്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് മേ കോസ് ഹെൽത്ത് ഇഷ്യൂസ്. The next, sources of noise pollution. Sources of noise pollution എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഫസ്റ്റ് റോഡ് ട്രാഫിക്. നമ്മുടെ ഓട്ടോമൊബൈൽ ട്രാഫിക് causes noise pollution. Then aircraft noise ഉണ്ട്. Then railroads നിന്നുള്ള noise ഉണ്ട്. Construction noise ഉണ്ട്. ഇൻഡസ്ട്രീസിൽ നിന്നും വരുന്ന noise ഉണ്ട്. കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിൽ നിന്നും വരുന്ന നോയ്സ് ഉണ്ട്. കൺസ്യൂമർ പ്രോഡക്ട്സിൽ നിന്നും വരുന്ന നോയ്സ് ഉണ്ട്. അപ്പോൾ മെയിൻ സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒന്ന് റോഡ്സ്, അതായത് നമ്മുടെ ഓട്ടോമൊബൈൽസ് ഒക്കെ നോയ്സ് പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് റെയിൽവേസ് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഫാക്ടറീസ്, ബിൽഡിങ്സ്, ഇവിടെ എല്ലാം നോയ്സ് പൊല്യൂഷന്റെ സോഴ്സസ് ആണ്. ഓക്കെ. The next point is effects of noise pollution. എന്താണ് നോയ്സ് പൊല്യൂഷന്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് എ മാൻ. കൂടുതൽ സമയം ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ എഫിഷ്യൻസിയെ അത് റെഡ്യൂസ് ചെയ്യും. ദെൻ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ സമയം ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റിയിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാണ്ട് വരും. ദെൻ നെക്സ്റ്റ് ഇസ് ഫെറ്റിക്. അതായത് നമ്മുടെ മസിൽ ഫെറ്റിക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ മെന്റൽ ഫെറ്റിക് ഉണ്ടാക്കാനുള്ള ചാൻസസ്, നമ്മൾ തളർച്ച ഉണ്ടാകാനുള്ള ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിൽ നമ്മൾ കൂടുതൽ നേരം എക്സ്പോസ്ഡ് ആവുമ്പോൾ നമുക്ക് ഫെറ്റിക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. Then next is it causes blood pressure or it increases blood pressure. നമ്മുടെ blood pressure increase ചെയ്യും നമ്മൾ കൂടുതൽ സമയം
ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിൽ എക്സ്പോസ്ഡ് ആവുകയാണ്, ഹൈ ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുവഴി നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ടെമ്പററി ഓർ പെർമനന്റ് ഡെഫ്നെസ്. ഈ നേരത്തെ പറഞ്ഞ ഹ്യൂമൻസിന് ഹാർംഫുൾ ആയിട്ടുള്ള 85 ഡെസിബലിന് എബവ് ഇന്റൻസിറ്റി ഉള്ള സൗണ്ടിൽ നമ്മൾ 8 hours or more എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ടെമ്പററി ഓർ പെർമനന്റ് ഡെഫ്നെസ്, കേൾവിക്കുറവ് അല്ലെങ്കിൽ കേൾവി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, സോ ദീസ് ആർ ദി ഇഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. Then next topic is control measures for noise pollution. First പറയാനായിട്ട് പോകുന്നത് how government can control noise pollution. നമ്മുടെ ഗവൺമെന്റിന് എങ്ങനെ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. Government can make rules that factories and industries should be set up away from residential areas. So ഈ നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് റൂൾസ് വെക്കാം. അതായത് ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്നും മാറി വേണം റൺ ചെയ്യാൻ. ദെൻ സെക്കൻഡ്, ഗവൺമെന്റ് ഷാൽ പ്ലാന്റ് മോർ ട്രീസ്. ട്രീസ് കട്ട് സൗണ്ട് ആൻഡ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് നോയ്സ് പൊല്യൂഷൻ. സോ ഗവൺമെന്റിന് കൂടുതൽ വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കാം. സോ ട്രീസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റൂൾസ് ഫോർ യൂസ് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ് ഷുഡ് ബി മെയ്ഡ്. ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നതിന് റൂൾസ് കൊണ്ടുവരാം. ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി സൗണ്ട് കൂടാതെ ഇരിക്കാനുള്ള റൂൾസ് കൊണ്ടുവരാം. ഇനി നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം എന്നാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റണ്ണിങ് ടി വി ആൻഡ് റേഡിയോ അറ്റ് ലോ വോളിയം. ടിവിയും റേഡിയോയും വളരെ വോളിയം കുറച്ച് റൺ ചെയ്യുക. യൂസ് ലെസ് ഹോൺസ് വൈൽ ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹോൺ കുറച്ചടിക്കുക, അല്ലെങ്കിൽ ലെസ് ഹോൺസ് യൂസ് ചെയ്യുക. ദെൻ വി ഷുഡ് പ്ലാന്റ് മോർ ട്രീസ്. നമ്മളും എന്ത് ചെയ്യുക, കൂടുതൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കുക. അപ്പൊ മരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. Then we should use loudspeakers at low volume and should not play music too loudly during parties. നമുക്ക് എന്ത് ചെയ്യാം, ലൗഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വോളിയം കുറച്ച് വെക്കാം. പിന്നെ പാർട്ടീസിനൊക്കെ ഒത്തിരി ലൗഡായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാണ്ടിരിക്കാം. പിന്നെ വി ഷുഡ് നോട്ട് ബേസ്റ്റ് ക്രാക്കേഴ്സ്. നമ്മളിപ്പോൾ വരാൻ പോകുന്ന ദീപാവലിക്കൊക്കെ ക്രാക്കേഴ്സ് ബേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. Then we can turn off appliances which are not in use. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത അപ്ലയൻസസിനെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ടി വി കാണുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ടി വി ഹൈ വോളിയത്തിൽ റൺ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യില്ല എങ്കിൽ ആ പെർട്ടിക്കുലർ അപ്ലയൻസ് ഓഫ് ചെയ്ത് വയ്ക്കുക. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ മെഷേഴ്സിൽ ഗവൺമെന്റ് കൺട്രോൾ മെഷേഴ്സും നമുക്ക് എങ്ങനെ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് മെഷേഴ്സ് എടുക്കാം, ഈ രണ്ട് ടോപ്പിക്സുമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് രണ്ട് ടോപ്പിക്സ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. ഈ രണ്ട് ടോപ്പിക്സും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.